ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കറ്റാർ വാഴയെ കൊണ്ട് സോപ്പ് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ തണ്ട് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ എടുക്കുന്ന സമയത്ത് സോപ്പ് ഉണ്ടാക്കാൻ എപ്പോഴും കറ്റാർ വാഴ എടുക്കുമ്പോൾ വലുത് നോക്കി എടുക്കണം, അതായത് നല്ലതുപോലെ മൂത്തത് നോക്കി എടുക്കണം. അതിനാണ് ഔഷധ ഗുണങ്ങളുള്ളത്. കറ്റാർ വാഴ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. കറ്റാർ വാഴ മുറിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മഞ്ഞ പശ അത് സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കറ്റാർ വാഴ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് 3 സോപ്പാണ്. അതിനുള്ള സോപ്പ് ബേസാണിത്. ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസാണ്. ഇതിൽ ആൽമണ്ട് ഓയിലും അതുപോലെ ഹണിയും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറ്റാർ വാഴ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ്. ഇതിൻ്റെ പൾപ്പ് മാത്രം, കറ്റാർ വാഴയുടെ പൾപ്പ് മാത്രം എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ സോപ്പിനൊരു കളറിന് വേണ്ടിയിട്ടാണ് കറ്റാർ വാഴ മുഴുവനായിട്ട് എടുത്തത്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സോപ്പിന് ഒരു ഗ്രീൻ കളറ് കിട്ടും. അല്ലെങ്കിൽ പൾപ്പ് മാത്രം എടുത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വൈറ്റ് ആയിരിക്കും സോപ്പിൻ്റെ കളറ്. കറ്റാർ വാഴ ഇതുപോലെ അരിച്ചെടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് അരച്ചത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇടാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, സോപ്പ് പെട്ടെന്ന് അരിയും. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുന്നത്. ജ്യൂസ് മാത്രം ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അരിഞ്ഞു പോവില്ല. എന്തായാലും ഗ്ലിസറിൻ സോപ്പായതുകൊണ്ട് സാധാരണ സോപ്പ് നിൽക്കുന്ന പോലെയൊന്നും നിൽക്കില്ല. ഇത് 100% നാച്ചുറലായിട്ടുള്ള സോപ്പാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളിതിൽ ചേർക്കുന്നതല്ല 100% നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് സോപ്പ് ബേസിൽ കുറച്ച് കെമിക്കലുണ്ട്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസും വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെയുള്ളതല്ല. അപ്പം നമ്മുടെ സോപ്പ് ബേസ് മെൽട്ടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സോപ്പ് ബേസ് മെൽട്ടാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം നല്ലതുപോലെ ചൂടാവാനും പറ്റില്ല. നല്ല തിളച്ച വെള്ളത്തിലൊക്കെ വെച്ച് മെൽട്ടാകുകയാണെങ്കിൽ സോപ്പ് ബേസ് കുറുകിപ്പോവും. അതുകൊണ്ട് നല്ലതുപോലെ തിളച്ച വെള്ളത്തിലൊന്നും വെക്കരുത്. മെൽട്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു കട്ടയായി പോകും. ഇപ്പോൾ ഞാൻ ചേർത്തത് വിറ്റാമിൻ ഇ ഓയിലാണ്. ഞാനിവിടെ 3 സോപ്പാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 3/4 സ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണോളം ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. ഗ്ലിസറിൻ സോപ്പ് ബേസാണ്, എന്നിരുന്നാലും ഒരു 1/2 സ്പൂണോളം ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. സോപ്പ് ബേസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറ്റാർ വാഴ ചേർക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചതിൻ്റെ പകുതി മാത്രം കറ്റാർ വാഴയുടെ നീര് ചേർത്തിട്ടുള്ളൂ. കറ്റാർ വാഴ ഒന്ന് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കറ്റാർ വാഴ സോപ്പ് നമുക്ക് മുഖത്തുള്ള പിമ്പിൾസ് മാറാനും പിമ്പിൾസ് വരാതിരിക്കാനും അതുപോലെ മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം മാറാനായിട്ടൊക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് മണത്തിനായിട്ട് പെർഫ്യൂം ചേർക്കണം. പെർഫ്യൂം ചേർക്കുമ്പോൾ ഒരു സോപ്പിന് 3-4 തുള്ളി എന്ന കണക്കിനാണ് ചേർക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം സോപ്പിൻ്റെ അച്ചിലേക്ക് ഒഴിക്കാം. മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ വളരെ പതുക്കെ താഴ്ത്തിയിട്ട് വേണം ഒഴിക്കാൻ. പെട്ടെന്ന് തന്നെ ഒഴിക്കുകയാണെങ്കിൽ നിറയെ ബബിൾസ് വരും. അപ്പോൾ പതുക്കെ സാവധാനം ഒഴിക്കണം. ഇനി ഇത് സെറ്റാകാനായിട്ട് ഒരു 3 മണിക്കൂർ വെച്ചാൽ മതിയാകും. നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടത്തി നോക്കാം. കറ്റാർ വാഴ നമ്മൾ മുഴുവനായിട്ട് അരച്ചത് കൊണ്ട് നമുക്ക് സോപ്പിനും ചെറിയൊരു ഗ്രീൻ കളറ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഫുഡ് കളറൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു നാച്ചുറൽ കളറ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാക്ക് ചെയ്യണം. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പാണ്. നമ്മൾ സോപ്പ് ബേസ് എടുക്കുന്ന സമയത്ത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തലയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് പറ്റില്ല, കാരണം ഞാനടുത്ത സോപ്പ് ബേസിൽ കുറച്ച് കെമിക്കൽ ഉണ്ട്. ഈ ഒരു സോപ്പ് നമുക്ക് 6 മാസമൊക്കെ കേടുവരാതെ ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതിൽ കൂടുതൽ പറ്റില്ല. നമ്മളിതിൽ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ചേർത്തത് കൊണ്ട് 6 മാസത്തിൽ കൂടുതൽ ഇരിക്കില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.